ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 7th ഇവിടെ ആഘോഷിക്കുന്നത്. നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പം 24 രാത്രിയാണ്, നാളെ 25. സോ നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ടൊരു ഫ്രഞ്ച് ചിക്കൻ സ്റ്റൂ മെയ്ഡ് വിത്ത് റെഡ് വൈൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് കോക്ക് വൈൻ. ഇറ്റ്സ് എ ഫ്രഞ്ച് നെയിം. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാനാണ്. ഞങ്ങളത് ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോട്ടെ. ആ സമയത്തേക്ക് ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും. ബാക്കി നമുക്ക് ഇത് കഴിഞ്ഞ് കാണാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ചിക്കൻ മേടിക്കാൻ ഇറങ്ങിയേക്കുവാണ്. ക്രിസ്മസ് സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ച് കാണിച്ചു തരാം. ചിക്കനൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോട്ടെ. ബാക്കി പരിപാടി ഹോസ്റ്റലിൽ പോയിട്ട്. ഞങ്ങളിന്നിവിടെ നോർമലി ചിക്കൻ മേടിക്കാൻ വരുന്ന കടയാണ്. ഇവിടെ പല പാർട്സ് കിട്ടും, അല്ലെങ്കിൽ ഹോൾ ചിക്കൻ കിട്ടും, പിന്നെ ഇവിടുത്തെ കുറേ മസാല ഇട്ട ചിക്കൻ, അങ്ങനെ പല വെറൈറ്റീസ് കിട്ടും. ഞങ്ങളങ്ങനെ കുറച്ച് ലെഗ് പീസും ബ്രസ്റ്റ് പീസുമാണ് മേടിച്ചിട്ട് വന്നത്. സോ നമുക്ക് ഈ ഡിഷിന് ആവശ്യമുള്ളത് ഇപ്പോൾ തലേ ദിവസം വയ്ക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ, പിന്നെ ഒണിയൻ, സിനമൺ സ്റ്റിക്സ്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ വൈൻ. സോ ഇതെല്ലാം നമ്മൾ 24 വൈകിട്ടാണ് എടുത്ത് വയ്ക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എന്നാൽ വീഡിയോ ഇടുന്നതാണെന്ന് അറിയില്ല. അപ്പം തലേ ദിവസമാണ് നമ്മൾ ഇത് ഇട്ട് വയ്ക്കുന്നത്, പിറ്റേ ദിവസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ തലേ ദിവസം നമ്മൾ വൈനിലൊക്കെ ഇട്ട് സ്പൈസൊക്കെ ഇട്ട് സെറ്റാക്കി പൊളിയാക്കി വയ്ക്കും. ഞങ്ങളങ്ങനെ ചിക്കനിലേക്ക് സിനമൺ സ്റ്റിക്സ് ആഡ് ചെയ്ത് സവാളയൊക്കെ ആഡ് ചെയ്ത് വൈനൊക്കെ ഒഴിക്കുകയാണ്. എൻ്റെ ചാനൽ കാണുന്ന, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്താലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇതെല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കാൻ പ്ലാൻ എൻ്റെ റൂംമേറ്റ് ചേച്ചിയുടെ ആയിരുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി ഇതിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ്, എന്താണ് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് ചേച്ചിയോട് ചോദിച്ചറിയാം. Okay, Di, tell me. Now we are done with soaking chicken in red wine, and this red wine is actually cherry flavor. So let's wait for 12 to 24 hours and see how it's going to turn out tomorrow. ചേച്ചി ബുക്കോവലിലെ ട്രിപ്പിന് പോയായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നപ്പോഴാണ് റെഡ് വൈൻ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ക്രിസ്മസിന് എന്തുകൊണ്ട് നമുക്ക് റെഡ് വൈൻ ചിക്കൻ ഉണ്ടായിക്കൂടാ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്ലാനിലെത്തിയത്. അപ്പോൾ നമുക്കിനി ബാക്കി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നാളെ കാണാം. ഇത് ഓവർനൈറ്റ് നമുക്ക് സോക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി അളവച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി നാളെ എടുക്കാം. ഇതിപ്പോൾ ഞാനും ചേച്ചിയും കൂടി റൂമിലൊരു ക്രിസ്മസ് ട്രീം സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ലൈറ്റ് ഓഫ് ചെയ്തിട്ട്. സോ ഇത് സെറ്റാക്കിയതിൻ്റെയും സ്റ്റാർ ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റാറാണ് ഇത്. സോ 2 സ്റ്റാർ ഉണ്ടാക്കിയത്, ഒന്ന് ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ടും ഒന്ന് ഡോറിന് വേണ്ടിയിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് ടു കിച്ചൺ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വൈനിലിട്ട് വെച്ച ചിക്കൻ, ഓണിയൻ എല്ലാം മറ്റേ സിനമൺ സ്റ്റിക്സ് എല്ലാം നമ്മൾ ഇട്ട് വെച്ചായിരുന്നല്ലോ. സോ നമ്മളിന്നത് വൈനിൽ നിന്ന് എടുത്ത് മാറ്റി ബാക്കി മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ സോസ് ഉണ്ടാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇന്നലെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണിത്. നമ്മളിനിപ്പോൾ വൈൻ എടുക്കാൻ പോവാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇനി ഇതൊക്കെ എടുത്ത് സെറ്റാക്കണം, ഫ്രൈ ആക്കണം. സോ നമുക്കിനി എല്ലാം കാണാം. അപ്പോൾ നമ്മൾ ഇന്നലെ വൈനിലിട്ട് വെച്ചിരുന്ന ചിക്കനും ഓണിയൻ ഇതെല്ലാം ഉണ്ട്. സോ നമുക്ക് ഇതിനകത്ത് ചിക്കൻ എല്ലാം എടുത്ത് വെച്ച് നമുക്ക് ആദ്യം ഇതിൻ്റെ ഒന്ന് ടിഷ്യൂ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. ചിക്കൻ ഒന്ന് വൈൻ വൈപ്പ് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ വൈൻ അങ്ങനെ അരിച്ച് വെച്ചിട്ടുണ്ട്. ആ സവാളയൊക്കെ നമുക്കൊന്ന് വഴച്ചെടുക്കാനുള്ളതാണ്, കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്. അപ്പം നമ്മളത് വഴറ്റുന്ന സമയം കൊണ്ട് ചേച്ചി അവിടെ മഷ്റൂമൊക്കെ അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. സോ നമ്മൾ ഓയിലൊക്കെ ഇട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റാൻ വെച്ചു. നമ്മൾ മഷ്റൂം സൂപ്പിന് വേണ്ടിയിട്ടാണ് സെറ്റാക്കുന്നത്. ആ മഷ്റൂമിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തും വയ്ക്കും നമ്മൾ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സൈഡിൽ ചിക്കനൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാല വയ്ക്കുകയാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി അത്യാവശ്യം വേണം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തു. നമുക്ക് ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്തു. പിന്നെ ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഉള്ളൂ. അപ്പോൾ ഈ 3 മസാലയാണ് മെയിനായിട്ട് നമ്മൾ ചിക്കനിൽ എക്സ്ട്രാ ഇടുന്നത്. അപ്പോൾ ഈ 3 പൊടികളും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കി കൊടുത്തു. അങ്ങനെ ഫുള്ളൊന്ന് ചിക്കനിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചിക്കൻ വറുക്കാൻ പോവാണ്. നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഓവനിലും വെക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ സവാളൊക്കെ വഴഞ്ഞ് വരുന്നുണ്ട്, അതൊക്കെ അടച്ച് വീഴ്ചയാണ്. നമ്മുടെ ചിക്കൻ വറുത്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മഷ്റൂം നേരത്തെ പറഞ്ഞ പോലെ മഷ്റൂമിൽ മസാലപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മളിതിട്ടൊന്ന് മഷ്റൂം ഒന്ന് സോട്ടേ ചെയ്തെടുക്കുവാണ്. സൂപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള മഷ്റൂംസ് ആണ് ഇത് കേട്ടോ. നമ്മൾ ചിക്കൻ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വൈനും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ വൈനും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കുകയാണ്. അതൊരു കുറച്ച് കുറുകിയ രീതിയിലെത്തണം. നമ്മൾ ചിക്കനിൽ സൂപ്പ് പോലെ സോസ് പോലെ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ആ വഴറ്റി വെച്ച സവാള, മഷ്റൂംസ് എല്ലാം കൂടി ചിക്കൻ എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് വെച്ചു. നമ്മൾ എന്നിട്ട് ഇപ്പോൾ തിളപ്പിച്ച വൈനും കൂടി ഒഴിക്കുവാണ്. ഇതിന് നമ്മൾ ഓവനിലേക്ക് വയ്ക്കും. 100 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലേക്കാണ് കേട്ടോ നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ തരില്ല, ഫൈനൽ ടേസ്റ്റിനെ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞ് സെൽഫ് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്ന ചേച്ചി. അങ്ങനെ നമ്മൾ ചിക്കൻ ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം നമ്മൾ ഓവനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് ഓവനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാൻ പോയി. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഫൈനലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്, റെഡ് വൈൻ ചിക്കൻ. അങ്ങനെ നല്ല ചൂട് ചിക്കൻ ഞങ്ങൾ ഓവനിൽ നിന്നെടുത്ത് ഇനിയിപ്പോൾ കഴിക്കാനുള്ള വെയിറ്റിങ്ങിലേക്കാണ്. നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആസ്വദിച്ച് കഴിക്കണം എന്നായതുകൊണ്ട് ആരെയും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കന്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയാൻ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ലൈക്ക് പുറത്തേക്ക് ഇറങ്ങിയതാണ് ചുമ്മാ. ഇവിടെ ഇപ്പം അങ്ങനെ ലൈറ്റും കാര്യങ്ങളും ഡെക്കറേഷൻസോ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെതായ ഒരു ഇതൊന്നുമില്ല. പിന്നെ ഇവിടെ ജാനുവരി 7-നാണ് ഓർത്തഡോക്സിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഓർത്തഡോക്സിൻ്റെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി 7-നാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ആ സമയത്ത് ചിലപ്പം എന്തെങ്കിലും കാണുമായിരിക്കും. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ പ്രോഗ്രാംസോ അങ്ങനെയൊന്നും പുറത്തില്ല. അപ്പം ചുമ്മാ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ചുമ്മാ പുറത്തിറങ്ങി നടക്കാൻ വിചാരിച്ച് അങ്ങനെ റെഡിയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് നടന്നിട്ട് തിരിച്ച് ബാക്കി വീണ്ടും ഹോസ്റ്റലിലേക്ക് പോകും. നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം നടന്നിട്ട് തിരിച്ച് പോവാം. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി നടന്നപ്പം ഒരു കോഫി കുടിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഞാനും ഡെന്നയും കൂടി കോഫി കുടിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ. ഇത്ര വരെ എൻ്റെ വീഡിയോ കണ്ടതല്ലേ, എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ, എന്നാലും നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. Do like, share and comment, and I wish you all a happy Christmas.